കോഴ്സിൻ്റെ ടോപ്പിക്കുകൾ വന്നിട്ടുണ്ട്. ഇങ്ങനെ പല ഡിസ്കഷൻ നടന്നിട്ടുണ്ട്. അല്ലാതെ നിങ്ങളീ ഉദ്ദേശിക്കുന്ന പോലെ മറ്റൊരു എന്താ പറയുക ഡബിൾ മീനിങ് ടോപ്പിക്കുകളൊന്നും രേണുമായിട്ട് അല്ലെങ്കിൽ മറ്റുള്ള ഒരാളായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യുന്ന ആളുമല്ല. പിന്നെ അവരുമായിട്ടുള്ള സൗഹൃദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു സൗഹൃദമായിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോഴും രേണുവിനെ വളരെ മോശമായിട്ടൊന്നും ഞാൻ ആരെയും സംസാരിച്ചിട്ടില്ല ഇതുവരെ. മറ്റു പലരെയും, അതും എൻ്റെ മാക്സിമം. നാണമുണ്ടോ തനിക്ക് എപ്പോഴാണ് ഞാൻ നാറിയും ചെറ്റയായത് ഓർമ്മയുണ്ടോന്നറിയില്ല. നമ്മൾ തമ്മി ഈ പ്രശ്നം ഉണ്ടാകുന്നതിന് മുന്നേ നല്ല രീതിയിൽ സൗഹൃദത്തിൽ മെസ്സേജ് അയക്കാറുള്ളവരല്ലേ. ഇക്ക മറന്നാലേ രേണുസുതി ആ മെസ്സേജ് ഒന്നും മറക്കത്തില്ല. ബാബുസ്വാമി ഞാനും അയച്ചിട്ടുണ്ട് ഇക്കാക്ക്. ഞാൻ അച്ഛനോട് ചോദിച്ചത്, അച്ഛൻ രേണുസുതി അച്ഛനെതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞ തെളിവുകളോ വീഡിയോയോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. എങ്ങനെ എൻ്റെ ഒരു ലൈവിൽ വന്ന് ഒരു 3 മാസത്തിന് മുന്നേ വിഷപ്പാമ്പ് എന്ന് വിളിച്ചതല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പം ഒന്നുമില്ല. വേറെ ഉണ്ട്, അത് ഞാൻ ഈ വീഡിയോക്കകത്ത് വ്യക്തമായിട്ട് കാണിച്ചുതരാം. കാണാത്തവർ ഇത് മൊത്തം കണ്ടിട്ടേ പോകാവൂ കേട്ടോ. അച്ഛൻ തന്നെയാണ് പറയുന്നത്. എടാ നീ അമ്മായിന്നോ മാമാന്നോ എന്ത് വേണമെങ്കിലും വിളിച്ചാലും എനിക്കിത് ഇതാണ് രോമം ഇല്ല കയ്യിലും. അത് പിന്നെ നമുക്കറിയാം, നിങ്ങളെ എന്തെന്ന് വിളിച്ചാലും നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. നിങ്ങൾ ആ രീതിയിൽ പെരുമാറിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ളത്. KGF എന്ന് പറഞ്ഞൊരു സിനിമയായിട്ട് ബന്ധപ്പെട്ടാണ് യശിനെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത്. യശ് ഈ വർഷം ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുമ്പോഴും റോക്കി ബായ് എന്ന് പറയുന്ന ഒരു പേരിൽ മാത്രം KGF എന്ന് പറഞ്ഞൊരു സിനിമയായിട്ട് ബന്ധപ്പെട്ട് മാത്രമായിരിക്കും നിലനിൽന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ രേണുസുതി. യശുവായിട്ട് കമ്പയർ ചെയ്യുന്നില്ല കേട്ടോ, പക്ഷെ ആ ഒരു നിലനിൽപ്പ് ആ ഒരു രീതിയിൽ തന്നെയാണ്. വീട്, കൊല്ലം സുതി, മക്കൾ, അച്ഛൻ, അതായത് ബിഷപ്പ്, ഫിറോസ്, ഈ 5 കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വിവാദത്തിൽ മാത്രമാണ് പുള്ളിക്കാരി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് അങ്ങോട്ട് മാറിയിട്ട് വേറെ ഏതെങ്കിലും ഒരു കണ്ടന്റ് എടുത്തിട്ട് ജനങ്ങൾക്കിടയിലേക്ക് അല്ലെങ്കിൽ അവരുടെ ഹൃദയത്തിലേക്ക്, അവരുടെ വീടിന്റെ അടുക്കളയിലേക്ക് കയറി വരാനൊന്നും പുള്ളിക്കാരെ കൊണ്ട് കഴിയത്തില്ല. ഒരു ബിഗ് ബോസിൽ പോയി എന്ന് മാത്രം അറിയാം, അവിടെ നിന്ന് ഇറങ്ങി വന്നെന്ന് മാത്രം അറിയാം. പക്ഷെ ഇപ്പൊ പോലും ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കണ്ടന്റ് പോലും ഒരു മനുഷ്യർക്ക് പോലും ഓർമ്മ കാണത്തില്ല. സത്യസന്ധമായ കാര്യം, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ബിഗ് ബോസിൽ അവർ പോയിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾക്ക് ഓർമ്മയുണ്ട്? ഇല്ല. പക്ഷെ വീടുമായിട്ട് ബന്ധപ്പെട്ടത്, തെറി വിളിക്കുന്നത്, ലൈവിൽ വരുന്നത്, ഈ പറയുന്ന ബിഷപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസ്, വീട്, വഴക്ക്, ഇത് മാത്രമാണ് രേണുസുതിയുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ വരുന്നത്. എന്തായാലും രേണുസുതിയെ വെളുപ്പിക്കാനായിട്ട് കൂടെയുള്ള സജീനെ ഇറങ്ങിയിട്ടുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. അവർ പറഞ്ഞിട്ടുള്ള കാര്യത്തിൽ വ്യക്തമായ തെറ്റിദ്ധാരണകൾ എന്താണെന്ന് കാണിച്ചു തരാം. പിന്നെ ഈ വീഡിയോയുടെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഫിറോസുമായിട്ട് ഒരു ചാറ്റ് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ആ ചാറ്റ് വന്നപ്പോഴത്തേക്കിനും മനോരമ ന്യൂസ് സഹിതം ഈ ചാറ്റ് അശ്ലീല ചാറ്റാണ്, അവർ തമ്മിൽ ആ രീതിയിലുള്ള പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു എന്ന രീതിയിലൊക്കെ പല വളച്ചൊടിച്ചുകൊണ്ടുള്ള കമന്റുകളും കാര്യങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെട്ട്. അപ്പം ഫിറോസ് ഇതിനായിട്ട് ബന്ധപ്പെട്ട് എന്താണ് പുള്ളിക്ക് ഇതിന്റെ നിലപാട്, എന്താണ് പുള്ളിക്ക് എന്താണ് പറയാനുള്ളതെന്നൊരു വോയിസ് ക്ലിപ്പ് ഞാൻ ഇതിനകത്ത് വ്യക്തമായിട്ട് വെക്കാം. ആ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചേച്ചി ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, അതൊന്ന് കണ്ടുവരാം. അതെ, KHDC ഫിറോസിക്ക, ഞാൻ നിങ്ങളെ ഫിറോസിക്ക എന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ ഫിറോസ് എന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ. താങ്കളുടെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടല്ലോ, എൻ്റെ അപ്പനെ എന്നെ നാറി ചെറ്റയെന്നൊക്കെ വിളിക്കാൻ. നാണമുണ്ടോ തനിക്ക് എപ്പോഴാണ് ഞാൻ നാറിയും ചെറ്റയായത് ഓർമ്മയുണ്ടോന്നറിയില്ല. നമ്മൾ തമ്മി ഈ പ്രശ്നം ഉണ്ടാകുന്നതിന് മുന്നേ നല്ല രീതിയിൽ സൗഹൃദത്തിൽ മെസ്സേജ് അയക്കാറുള്ളവരല്ലേ. ഇക്ക മറന്നാലേ രേണുസുതി ആ മെസ്സേജ് ഒന്നും മറക്കത്തില്ല. ഞാനും അയച്ചിട്ടുണ്ട് ഇക്കാക്ക്. ബാബുസ്വാമി എന്റെ ആശ്രമത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. ബാബുസ്വാമി പറയുമ്പോഴത്തേക്കിന് ഇതൊക്കെ കണ്ടില്ലേ ഇങ്ങനെ. ഇക്കായ എനിക്ക് അയച്ചിട്ടുണ്ട്. നമ്മൾ തമ്മിൽ നല്ല സൗഹൃദത്തിലായിരുന്നു. ഇപ്പോഴല്ലേ എനിക്ക് എന്നെ നാറി ചെറ്റയാക്കി, എൻ്റെ തന്തയും ഞാനും നാറിയും ചെറ്റയായത്. നാണമുണ്ടോ തനിക്ക്? ഇനി മേലെ എന്നെ നാറി ചെറ്റെന്ന് വിളിച്ചുകൊണ്ട് വന്നേക്കരുത്. ഞാൻ തന്നെ വിളിക്കാത്തത്, ഞാൻ ഇക്കാന്ന് മാത്രമേ ഇന്നും വിളിക്കുന്നുള്ളൂ. വിളിക്കാത്തത് എൻ്റെ സംസ്കാരം, മനസ്സിലായോ? അപ്പൊ ഞാനൊന്നും മറക്കത്തില്ല. ഇക്കായും മറക്കാതിരുന്ന ഇക്കാക്ക് കൊള്ളാം. ഓക്കെ, താൻ മറക്കരുത്. തന്നെ ഞാൻ ഇക്കേന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ. താൻ മറക്കരുത്, ഇക്കേന്ന് മാത്രമേ വിളിക്കത്തുള്ളൂ. 2 നിലപാടിൽ 2 രീതിയിൽ ഡബിൾ മൈൻഡഡ് ആയിട്ടാണ് പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുള്ളി എന്തായാലും ഇവർക്കെതിരെ കേസ് കൊടുക്കുകയാണ്, മാനനഷ്ടത്തിന് കേസ് കൊടുക്കുകയാണ്. പുള്ളിക്ക് ഭാര്യയും പിള്ളേരൊക്കെ ഉള്ളതാണ്. ഭാര്യയൊക്കെ തിരിഞ്ഞു വല്ലതൊക്കെ ചോദിച്ചു കാണും, അല്ലെങ്കിൽ പിന്നെ ഇമാര് പരിപാടിയായിട്ട് വരത്തില്ല. എന്തായാലും കേസ്, വഴക്ക്, ഇതുമായിട്ടുള്ള വിവാദങ്ങൾ ഇല്ലാത്തൊരു ജീവിതം രേണുസുതിക്ക് ഇല്ല. അങ്ങനെ തന്നെ രേണുസുതിക്ക് അതല്ലാതെ പിന്നെ മുന്നോട്ട് ജീവിക്കാനായിട്ട് യാതൊരു സ്കോപ്പും ഇല്ല. സോഷ്യൽ മീഡിയയിൽ വേറൊരു കാര്യം ഇല്ലാത്ത രീതിയിൽ ഒരു ഇടവും കിട്ടത്തില്ല. അപ്പൊ ഞാൻ ആ പുള്ളിക്കാരൻ പറയാനുള്ള വോയിസ് ക്ലിപ്പിനകത്ത് വയ്ക്കാം. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങളുടെ കമന്റ് എന്നുള്ളത് വ്യക്തമായിട്ട് രേഖപ്പെടുത്താവും. എനിക്കറിയാം ഈ വീഡിയോ നിങ്ങൾ പലതും കണ്ട് ബോർ അടിച്ച് തഴകിയിരിക്കുമായിരിക്കും. എന്നാലും ഇത് ഇതിന്റെ വ്യക്തമായ ഒരു ക്ലാരിഫിക്കേഷനാണ്. കണ്ടുവരാം. സോഷ്യൽ മീഡിയ അങ്ങനെ കത്തി നിൽക്കല്ലേ രേണുസുതി അതേപോലെ ഫിറോസുമായിട്ടുള്ള ചാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ നിങ്ങളൊരു കാര്യം ചിന്തിക്കണ്ട, രേണുസുതി പറഞ്ഞ കാര്യം 2 രീതിയിൽ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഒന്ന്, നല്ല സൗഹൃദമായിരുന്നു, സൗഹൃദമുള്ള സമയത്ത് ഞങ്ങൾ ചാറ്റ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഇക്ക മറന്നു കഴിഞ്ഞാലും ഞാൻ മറക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതിനകത്ത് ആ സ്ലാങ് മാറുമ്പോഴാണ് അതിനൊരു ഡബിൾ മീനിങ് ഉണ്ടോ എന്നുള്ളൊരു ചിന്ത നമുക്ക് വരുന്നത്. സ്ലാങ് അതിൽ തന്നെയാണെങ്കിൽ ഇങ്ങനെയും പറയാം, നമ്മളൊരു കാലത്ത് നല്ല സുഹൃത്തുക്കളായിരുന്നു കേട്ടോ, അതൊന്നും മറന്നു പോകരുത്.
നമ്മളൊരുപാട് ചാറ്റ് ആ സ്ലാങ് മാറിയതാണ് ഞാൻ എന്റെ വീഡിയോയിൽ നേരത്തെ കാണിച്ചത്. ബാബുസ്വാമി ആ സ്ലാങ് മാറി, അത് അറിയാലോ. ഇത് ഇതേപോലെ പിക്ക് ചെയ്യാനായിട്ട് ഓട്ടോയ്ക്കകത്ത് ഇരുന്നുകൊണ്ട് കാണിച്ചു വിട്ടേ ചേച്ചിയുടെ പരിപാടി. ചെയ്തിട്ടുള്ളതാണ്. ഈ ചാറ്റ് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ ചില കാരണം വെച്ചാൽ ഞാൻ ഇവരെ ഫോൺ ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അധികമല്ല, ഞാൻ ലൈഫിൽ 1 2 തവണയാണ് ഇവരുമായിട്ട് ടെലിഫോൺ വഴി സംസാരിച്ചുള്ളത്. അത് ഹൗസ് വാമിങ്ങിന് ശേഷമാണ് ഒരിക്കൽ സംസാരിച്ചുള്ളത്. ഒരു പക്ഷേ ഹൗസ് വാമിങ്ങിന്റെ മുമ്പായിരിക്കും ഒരിക്കൽ സംസാരിച്ചത്. ഹൗസ് വാമിങ്ങിന് ശേഷം സംസാരിച്ചുള്ളത് ഐ തിങ്ക് രേണുമായിട്ടല്ല, രേണുമായിട്ട് സംസാരിച്ചു, രേണുവിന്റെ അച്ഛനായിട്ട് സംസാരിച്ചു, പിന്നെ രേണുവായിട്ട് സംസാരിച്ചു. അതൊരു ഹോം ടൂർ എടുക്കാൻ വേണ്ടിയിട്ട് രേണു അക്സെപ്റ്റ് ചെയ്താണ്. അത് ഒരു ഹോം ടൂർ എടുക്കാൻ വേണ്ടിയിട്ട് ടീം പോയപ്പോൾ 15,000 രൂപ വേണമെന്ന് പറഞ്ഞിട്ട് അവരെ അവിടുന്ന് നമ്മളെ കെയർ ഓഫിൽ ഹോം ടൂർ എടുക്കാൻ പോയതാണ്. ആ സമയത്താണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വിളിച്ച് ചോദിച്ചു ഞാനത് അവർക്കൊരു പെർമിഷൻ കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പൈസ വേണം, അല്ലാതെ കൊടുക്കാൻ പറ്റാന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് 10-20 ലക്ഷം രൂപ വീടുണ്ടാക്കി കൊടുത്തിട്ട്, അല്ലെങ്കിൽ ഒരു നല്ലൊരു കുഴപ്പമില്ലാത്ത, നല്ലതെന്ന് പറയാൻ വയ്യ, ഇപ്പോൾ ആൾക്കാരത് ആകെ അലമ്പാക്കിയിട്ടിരിക്കുകയാണ് അതിന്റെ പ്ലാസ്റ്ററിങ്ങിലെ കംപ്ലൈന്റ് കാരണം. ഓക്കെ, എനിവേ ഒരു നിങ്ങൾ വീടാണോ ഉണ്ടാക്കി കൊടുത്തത്, അത് കാഴ്ച ബംഗ്ലാവാണോ ടിക്കറ്റ് എടുത്ത ആൾക്കാരെ കയറ്റാനായിട്ട്? എനിക്കറിയാൻ വയ്യ കേട്ടോ. വീടൊന്ന് ഹോം ടൂർ എടുക്കണമെങ്കിൽ 15,000 രൂപ കൊടുക്കണം. ഇവര് തന്നെ പണിഞ്ഞു കൊടുത്ത വീടാ. അവർക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പുറത്ത് കാണിക്കാനായിട്ട് വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോൾ ഇനി 15,000 രൂപ വേണമെന്ന്. ആലോചിച്ചോ, ഇതൊക്കെ തങ്കത്തിന്റെ ഐഡിയ ആയിരിക്കും. ഇമാതിരി ചീപ്പ് ഐഡിയ ഒക്കെ പുള്ളിയുടെ കയ്യിൽ നിന്ന് വരാറുള്ളത് പല കാര്യങ്ങൾക്കും. ഉണ്ടാക്കി കൊടുത്തിട്ട് അതിന്റെ ഹോം ടൂർ എടുക്കാൻ പോയപ്പോൾ 15,000 രൂപ ഒന്നുമല്ല വീട്ടിലേക്ക് അവരെ നിങ്ങൾ പറഞ്ഞു തന്ന ആൾക്കാരെ കയറ്റുള്ളൂ എന്ന് പറഞ്ഞതിനാണ് രണ്ടാമത് സംസാരിച്ചത്. അതിന്റെ മുന്നൊരിക്കൽ സംസാരിച്ചിട്ടുള്ളൂ. കൂടുതലും ഞാൻ ഇവരായിട്ട് വാട്സപ്പ് വഴിയാണ് കോൺടാക്ട് ചെയ്യാറ്. അത് പല ഡിസ്കഷൻ ഉണ്ട്. അവിടെ വീടിന്റെ ഓരോ അവരുടെ സജഷൻസും നമ്മൾ ആ ഒരു കൺസ്ട്രക്ഷൻ്റെ ടൈമിൽ പല സ്റ്റേജിലും അവരുടെ സജഷൻസ് നമ്മൾ ചോദിക്കാറുണ്ട്. കാരണം വെച്ചാൽ നമ്മളൊരു വീടുണ്ടാക്കി കൊടുക്കുമ്പോൾ പൂർണ്ണമായിട്ടും നമ്മുടെ ഒരു ഇഷ്ടത്തിന് മാത്രമല്ലല്ലോ വീടുണ്ടാക്കി കൊടുത്തിട്ട് കാര്യമില്ല. അവരാണ് അവിടെ താമസിക്കുന്ന ആൾക്കാർ. സംഗതി നമ്മൾ സൗജന്യമായിട്ട് കൊടുക്കുകയാണെങ്കിലും അവരുടെ താല്പര്യം കൂടെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈവൻ ദോ ആ വീടിന്റെ പേര് ഇടൽ ഇതിന് പോലും ഞാൻ അവരുടെ അഡ്വൈസ് ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ സുധീല എന്നുള്ള പേര് ഒരു 4-5 പേർക്ക് അതൊക്കെ അയച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു, നമ്മുടെ ഫൈനലായിട്ട് ഇങ്ങനെ സുധീലയാണ് എല്ലാവരും സജസ്റ്റ് ചെയ്യുന്നത്, അത് വെച്ചോളാൻ പറഞ്ഞു. പിന്നെ അതിൽ നമ്മുടെ ഒരു എന്താണ് ഡിസൈൻ ബൈ KHDC എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെക്കുന്നുണ്ട്, അതിന് കുഴപ്പമൊന്നുമില്ല, അത് വെച്ചോളൂ, നിങ്ങളല്ലേ ഉണ്ടാക്കി തന്നെ. തീർച്ചയായിട്ടും അത് പല ആൾക്കാരും അതിന്റെ പ്രതിത്വം ഏറ്റെടുക്കാൻ വരാൻ സാധ്യതയുണ്ട്. അന്ന് അങ്ങനെ ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു. സുരാജ് വെഞ്ഞാറമൂട്, സുരേഷ് ഗോപി, അതേപോലെ 24 ചാനൽ, അങ്ങനെ കുറേ ആൾക്കാർ വീടുണ്ടാക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു കിംവദന്തി ഉണ്ടായിരുന്നു. പക്ഷേ ആക്ച്വലി ഇപ്പോഴും പലരും പറയുന്ന ഒരു ഡയലോഗാണ്, 24 ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞ വീട് നിങ്ങൾ ചാടിക്കയറി, നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തല്ലേ, നിങ്ങൾക്ക് പണി കിട്ടണം എന്നൊക്കെ പറഞ്ഞു. ശരിക്കും ഞാൻ ഇവരെ ചില ആൾക്കാരോടൊക്കെ ഞാൻ പറഞ്ഞു, നിങ്ങളൊക്കെ പൊട്ടക്കിണറ്റിലെ തവളയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും പലർക്കും അറിയില്ല എങ്ങനെയാണ് ഈ വീട് 24ന്റെ വീടായത് അല്ലെങ്കിൽ ഫ്ലവേഴ്സിന്റെ വീടായത് എന്നുള്ള പലർക്കും അറിയില്ല. സുധി മരിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മളെല്ലാ വർഷം ഓരോ വീടുണ്ടാക്കി കൊടുക്കാറുണ്ട്. ഇപ്പൊ രേണുവിന് വീടുണ്ടാക്കി കൊടുത്തതിന് ശേഷം ആ പരിപാടി ഇപ്പൊ സ്റ്റോപ്പായി. അതോടുകൂടെ എല്ലാം നിന്ന്. പിന്നെ വേറെ ആൾക്കാർ പറയുന്നത് പബ്ലിക്കിന്റെ പൈസ പിരിച്ചെടുത്ത നാട്ടുകാരെ പൈസ. ഇത് നാട്ടുകാരെ പൈസ ഒന്നുമല്ല. ഞങ്ങൾ കുറച്ച് ആൾക്കാരൊരു ഗ്രൂപ്പായിട്ട് കുറച്ച് ആൾക്കാരുണ്ട്, അതിൽ നിന്ന് പിരിച്ചെടുത്ത് ഞങ്ങൾ എടുക്കുന്ന പൈസയാണ് ഇതിനകത്ത്. പിന്നെ ഇതിന്റെ അക്കൗണ്ട്സ് എന്ന് പറയാൻ 3 ആൾക്കാർ, ഈവൻ ഞാൻ പോലും അക്കൗണ്ട് ഹോൾഡർ അല്ല, 3 ആൾക്കാരാണ് ഇതിന്റെ അക്കൗണ്ട് ഹോൾഡേഴ്സ്. ഐ മീൻ 3 ആൾക്കാർ കൂടെ അക്കൗണ്ട് എടുക്കില്ലേ, ജോയിന്റ് അക്കൗണ്ട്, അങ്ങനെ എടുത്തിട്ടുള്ള അക്കൗണ്ടാണ് ഇതുള്ളത്. ഇതിലേക്ക് പൈസ ഈ പറയുന്ന ഞാൻ പോലും പൈസ അയക്കുക എന്ന് പറഞ്ഞാൽ ഈ അക്കൗണ്ടിലേക്കാണ് പൈസ അയക്കുക. ഈ അക്കൗണ്ടിൽ നിന്നാണ് ഈ പൈസ ഞങ്ങൾ മെറ്റീരിയൽസിനും ലേബേഴ്സിനും കൊടുക്കുക. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന പോലെ അങ്ങനെ മുക്കി ഇങ്ങനെ മുക്കി എന്താണ് അത് ഇതെന്ന് പറയാം, തേങ്ങ വാങ്ങാന്ന് പറഞ്ഞ് നടക്കുന്നതൊക്കെ ചുമ്മാ വെറുതെ ഒരു ആരോപണം മാത്രമാണ്. പിന്നെ എന്റെ ഒരു ഫിനാൻഷ്യൽ സെറ്റപ്പ് ഞാൻ അഹങ്കാരം കൊണ്ട് ഒരു കാര്യം ആലോചിക്കണം, ജനങ്ങൾ പണി കൊടുത്ത് വീഴാണെങ്കിൽ പിന്നെയും രേണു സുധി പറയുന്നതിനും കാണിക്കുന്നതിനും ഒരു അർത്ഥമെങ്കിലും ഉണ്ട്. കാരണം സുധിയെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ പൈസ കൊടുത്തല്ലേ സുധിയുടെ ഫാമിലിക്ക് കിടക്കാനായിട്ട് ഒരു സ്ഥലം ഉണ്ടാക്കി കൊടുത്തത്. ഇത് പറയുമ്പോഴത്തേന് ഇവരൊരു കൂട്ടായ്മ, ഇവരിൽ കുറച്ച് പേര് മാത്രം പൈസ ഇട്ട് ചെയ്തു കൊടുക്കാന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു വീട് പണിഞ്ഞിട്ട് വീണ്ടും അവരെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കാനും വീട് പൊളിഞ്ഞ് അറ്റത് പൊളിഞ്ഞ് വന്ന് റെഡിയാക്കി കൊടുക്കുക എന്നൊക്കെ പറയുന്നതിനകത്ത് ഒരു അത്യാവശ്യം ലോജിക്ക് മാത്രമല്ല, ഒരു ഉളുപ്പെങ്കിലും വേണ്ട കാണിക്കുന്ന പരിപാടിക്ക്. എനിക്ക് നാട്ടുകാരെ പൈസയും അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരെ പൈസ കൊടുത്ത് എനിക്ക് ജീവിക്കേണ്ട ആവശ്യമില്ല. ഈ ബാങ്കിൽ നിന്ന് കിട്ടുന്ന പലിശ പോലും വാങ്ങിക്കാത്തൊരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് ഫേസ്ബുക്കിൽ നിന്ന് കഴിഞ്ഞ വർഷം വരെ എനിക്ക് പൈസ കിട്ടിയതാണ് ഒരു 40,000 രൂപ 50,000 രൂപ എനിക്ക് ചില മാസങ്ങളിൽ കിട്ടിയിട്ടുണ്ട്. ചില മാസം 60,000 കിട്ടിയിട്ടുണ്ട് എനിക്ക് ഫേസ്ബുക്കിൽ നിന്ന്. ഈ പൈസയ്ക്ക് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ എൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് പഴയ പോസ്റ്റുകൾ നോക്കിയാൽ ആർക്കെങ്കിലും ഇങ്ങനെ കുറച്ച് ഈ മാസം കുറച്ച് പൈസ കിട്ടിയിട്ടുണ്ട്, ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടോ, മരുന്ന് വാങ്ങിക്കാനോ മറ്റുള്ളതിന് ആവശ്യമുണ്ടോ എന്ന് വെച്ചാൽ ഞാൻ ആൾക്കാർ കോൺടാക്ട് ചെയ്യും, ഞാൻ അവർക്ക് അത് അയച്ചു കൊടുക്കും. അങ്ങനെ ചെയ്തിരുന്ന ആളാണ് ഞാൻ. അപ്പോൾ എനിക്ക് നാട്ടുകാരിൽ നിന്ന് 500 രൂപ അല്ലെങ്കിൽ 1000 രൂപ അല്ലെങ്കിൽ 2000 രൂപ പിച്ചച്ചട്ടിയിൽ എന്താ പറയുക കൈയിട്ട് വരുന്ന പോലെ വാങ്ങിയിട്ട് ജീവിക്കേണ്ട സെറ്റപ്പ് എനിക്കില്ല, നിലവിൽ എനിക്കില്ല. ഓക്കെ, ഇനി ഭാവിയിൽ അങ്ങനെ ഒരു അവസരം വന്നു കഴിഞ്ഞാൽ അതോടുകൂടെ സൂയിസൈഡ് ചെയ്യും. അല്ല നാട്ടുകാരെ പറ്റി ജീവിക്കാനുള്ള താല്പര്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇന്റൻഷൻ ഒന്നും എനിക്കില്ല. അപ്പോൾ അതും കൂടെ ഇതിൻ്റെ കൂടെ ക്ലിയർ ചെയ്യണം. അപ്പോൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഓരോ ടൈമിൽ ഇവരുമായിട്ട് ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. ആ സമയത്തിൽ പല ടോപ്പിക്കുകളും വരാറുണ്ട്. അതേപോലെ ബിഷപ്പിന്റെ ടോപ്പിക്കുകൾ വന്നിട്ടുണ്ട്, അതേപോലെ ഫ്ലവേഴ്സിന്റെ ടോപ്പിക്കുകൾ വന്നിട്ടുണ്ട്. ഇങ്ങനെ പല ഡിസ്കഷൻ നടത്തുന്നില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ മറ്റൊരു
എന്താണ് എന്താ പറയുക ഡബിൾ മീനിങ് ടോപ്പിക്കുകളൊന്നും രേണുമായിട്ട് അല്ലെങ്കിൽ മറ്റുള്ള ഒരാളായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യുന്ന ആളുമല്ല. പിന്നെ അവരുമായിട്ടുള്ള സൗഹൃദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു സൗഹൃദമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും രേണുവിനെ വളരെ മോശമായിട്ടൊന്നും ഞാൻ ആരെയും സംസാരിച്ചിട്ടില്ല ഇതുവരെ. മറ്റു പലരെയും അതും എൻ്റെ മാക്സിമം ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട്. അതിൽ തങ്കച്ചനെ അന്ന് ഞാനത് നാറിയെന്ന് എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു. അത് നാറി എന്നൊക്കെ പറഞ്ഞാൽ എന്താ അത് ഇത്ര വലിയ തെറിയാണോ? എനിക്ക് തോന്നുന്നില്ല. അതിനേക്കാളൊക്കെ പച്ചത്തെറികൾ ഇഷ്ടം പോലെ ഇല്ലേ. ഇതൊക്കെ ഒരു മാന്യമായ ഒരാൾക്ക് പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ സമൂഹത്തിൽ സോഷ്യൽ മീഡിയയിൽ മാന്യമായി പറയുന്ന ഒരു അത് പച്ചത്തറിയൊന്നും അല്ല. പക്ഷെ ആരുടെങ്കിലും ഒരാൾ അച്ഛനെ നാറിന്ന് വിളിക്കുമ്പോഴത്തേക്കും അവരെ മക്കളോ തിരിച്ചു ചോദിക്കും, നീ ആരാളെ ഞങ്ങൾ അച്ഛനെ നാറിന്ന് വിളിക്കണം. നാറി എന്നുള്ള പദപ്രയോഗം എന്ന് വെച്ചാൽ ബഹുമാനപ്പെട്ടതെന്നല്ലോ. നാറി നാറി തന്നെയാണല്ലോ. നിങ്ങൾ പറഞ്ഞതിന് വലിയ കുഴപ്പമില്ല, അതുകൊണ്ട് അവർ തിരിച്ചു പറഞ്ഞതിന് വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ വലുതായിട്ട് അതിനകത്ത് ഉഴുത് മെഴിച്ച് നാറിയെ ബഹിഷ്കരിച്ചല്ല വർണ്ണവൽക്കരിച്ച് വലുതായിട്ട് ചിത്രീകരിച്ച് നാറി ഇസിക്കൽ ടു ബഹുമാനപൂർവ്വം എന്ന രീതിയിലൊന്നും വേണ്ട. നാറി നാറി തന്നെ, അത്രേ ഉള്ളൂ. ബേർഡാണ് ഈ നാറി എന്ന് പറയുന്നത്. ഇനി അതെൻ്റെ അടുത്ത് കുറെ ആൾക്കാർ വിളിച്ച് പറഞ്ഞു, നിങ്ങളെ വായിൽ നിന്ന് അങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങളൊരിക്കലും പറയാൻ പാടില്ലാത്തായിരുന്നു, നിങ്ങൾ അങ്ങനെ പ്രതീക്ഷിച്ചില്ല. സോറി, ഞാനത് പറഞ്ഞാൽ ഞാൻ ഈ പറയുന്ന ആൾക്കാരോട് എന്നോട് ഇങ്ങനെ കണക്ട് ചെയ്ത ആൾക്കാരോട് ഞാൻ സോറി പറഞ്ഞു, അല്ലാതെ ഈ വിളി കേട്ട അദ്ദേഹത്തിനോടല്ല. അത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും രേണു ഈ എന്തോ ചാറ്റൊക്കെ പുറത്തു വിടുന്നു പറഞ്ഞാൽ അത് കാരണം പേടിച്ചിട്ടാണ് ഇപ്പോൾ സോറി പറയുന്നതെന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. അപ്പം എന്ത് പറഞ്ഞാലും എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതിന് പല അർത്ഥങ്ങൾ കണ്ട് പല മാനങ്ങൾ കണ്ട് അതിന് കഥ എഴുതുന്ന ആൾക്കാർ അല്ലെങ്കിൽ അത് ചിന്തിച്ച് കൂട്ടുന്ന ഒരു പറ്റം ആൾക്കാരുണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വെച്ചാൽ സ്കൂളിൻ്റെ പടിവാതിൽ പോലും കാണാത്ത കുറേ ആൾക്കാർ സോഷ്യൽ മീഡിയയിലുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ എന്നെ എന്ത് പറഞ്ഞിട്ടും കാര്യം, സ്കൂളിൻ്റെ പടി ചവിട്ടാത്ത കുറേ ആൾക്കാർ മൊബൈലിൽ നെറ്റ് റീചാർജ് ചെയ്തിരുന്നത്. ഇവർക്ക് എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ, അല്ലെങ്കിൽ എന്താണ് ഇവിടെ നടക്കുന്നത്, അല്ലെങ്കിൽ ഏതാണെന്ന് അറിയാതെ ചുമ്മാ വന്നിട്ട് അവരുടേതായ കുറേ കമൻറ്റുകൾ എഴുതുക, അവരുടെ ഇമാജിനേഷനിൽ കുറേ കാര്യങ്ങൾ എഴുതുക. നിങ്ങൾക്കൊന്നും വേറെ ഒരു പണിയില്ല പൊന്നു മക്കളെ. നിങ്ങൾക്ക് വല്ല മൊബൈൽ റീചാർജ് ചെയ്യണ പൈസ ഉണ്ടെങ്കിൽ അതിട്ട് ആ റോട്ടിലിറങ്ങിയിട്ട് വല്ല ആൾക്കാർക്ക് വല്ല ഒരു നേരത്തെ ചോറ് വാങ്ങിച്ചു കൊടുക്കുക, ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്നത്. അതിനകത്ത് നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ഒന്ന് വേറെയാണ്. അല്ലാതെ വെറുതെ ഈ മൊബൈൽ റീചാർജ് ചെയ്ത് എല്ലാവൻ്റെയും കമൻറ്റ് ബോക്സിൽ പോയിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എഴുതി വിടുക. ഇതൊക്കെ ഒഴിവാക്ക്. പറഞ്ഞു വന്ന രേണുവിന്റെ കാര്യമാണ് അത്. അതിലപ്പുറത്തേക്കൊന്നുമില്ല. സൗഹൃദമായിട്ടുള്ള ചാറ്റുകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ പറയാൻ പറ്റത്തില്ല. ഓരോരുത്തർക്കും ഓരോ മൈൻഡ് സെറ്റ് ആയിരിക്കും, ഓരോ ആഗ്രഹങ്ങളായിരിക്കും. ഇപ്പം താങ്കൾ പറഞ്ഞ പോലെ താങ്കൾക്ക് ചിലപ്പോൾ ചോറ് മേടിച്ചു കൊടുക്കുമ്പോഴായിരിക്കും അതിനകത്ത് ആനന്ദം കണ്ടെത്തുന്നത്. ചിലർക്ക് ഇതുപോലെ കമന്റ് ഇടുമ്പോഴായിരിക്കും ആനന്ദം കണ്ടെത്തുന്നത്. ചിലപ്പോൾ ചിലർക്ക് ക്രിക്കറ്റ് കളിക്കുമ്പോൾ, ചിലർക്ക് ഉറങ്ങുമ്പോൾ, ചിലർക്ക് വെറുതെ ഇരിക്കുമ്പോൾ. അപ്പൊ പല വ്യക്തികൾ പല രീതിയിലായിരിക്കും ആനന്ദം കണ്ടെത്തുന്നത്. നിങ്ങൾക്ക് കിട്ടുന്ന ആനന്ദം തന്നെ മറ്റേക്ക് കിട്ടണമെന്നില്ലല്ലോ. അതുകൊണ്ട് ചേട്ടൻ ചോറ് മേടിച്ചു കൊടുക്കും, അവരതുപോലെ സൈഡിൽ കൊണ്ടിരുന്ന് ചെറിയ വിളിച്ചു പറയട്ടെ. അവരുമായിട്ട് സംസാരിച്ചിരുന്നു. അതും വീട് താമസത്തിന്റെ ഒരു 1-2 മാസം മുന്നേ അത് കഴിഞ്ഞു. എന്താ വെച്ചാൽ അതുവരെ ആയിരുന്നു അവരായിട്ട് സംസാരിക്കേണ്ടതും അല്ലെങ്കിൽ ആ വീടിന്റെ ഡിസ്കഷനിലായിട്ട് അതുവരെ ഉണ്ടായിരുന്നത്. അത് ഫൈനൽ ആ വീടിന്റെ ഒരു ഫൈനൽ സ്റ്റേജ് എത്തിയപ്പോൾ അത് അവിടെ ബ്രേക്കായി. അതിനുശേഷം ഇതാണ് സംഭവം. ആ വീടുമായിട്ട് ബന്ധപ്പെട്ട് രേണുസുധിയുടെ ഒരു ടോൺ മാറ്റം ഉണ്ടല്ലോ, ബാബുസ്വാമിയുടെ ടോൺ മാറ്റത്തെ തുടർന്ന് പുള്ളിക്ക് കുറച്ചധികം സൈബർ അറ്റാക്കുകളും കുറച്ച് ആൾക്കാർ പറഞ്ഞതിന്റെ ഒരു വ്യക്തമായ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു ക്ലാരിഫിക്കേഷൻ പുള്ളിക്കാരൻ തന്നിരിക്കുന്നത്. ഇനി സജീന പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട് ഈ ബിഷപ്പുമായിട്ട് ബന്ധപ്പെട്ട് കിടന്നിപ്പോ ഒഴുകി മെറുതുകൊണ്ടിരിക്കുക. എന്തോ ചെയ്തെന്ന് പോലും അറിയത്തില്ല. കാരണം ഓൾറെഡി ഒരു കേസും വന്ന് അങ്ങോട്ടും ആയി. ഇനിയിപ്പോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അച്ഛനെ ഒന്ന് ക്ലാരിഫൈ ചെയ്ത് എടുത്തേ പറ്റത്തുള്ളൂ. ആ രീതിയിലാണ് സംസാരിക്കുന്നത്. വന്ന് അപമാനിക്കുന്നു എന്ന രീതിയിലാണ് കൊടുത്തത്. അപ്പോഴും ഞാൻ അച്ഛനോട് ചോദിച്ചത്, അച്ഛൻ രേണു സുധി അച്ഛനെതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞ തെളിവുകളോ വീഡിയോയോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. എങ്ങനെ എൻ്റെ ഒരു ലൈവിൽ വന്ന് ഒരു 3 മാസത്തിന് മുന്നേ ബിഷപ്പാമ്പ് എന്ന് വിളിച്ചതല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പം ഒന്നുമില്ല എന്ന് അച്ഛൻ തന്നെയാണ് പറയുന്നത്. ഈ രേണു എന്ന് പറയുന്നത് വേറൊന്നും ഇല്ലെന്ന് നിങ്ങൾക്ക് അങ്ങനെ ഉറപ്പിച്ചു പറയാമോ? ഇപ്പൊ കഴിഞ്ഞ ദിവസം വന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഞാൻ കാണിക്കാമല്ലോ. ബിഷപ്പ് എന്ന് കേട്ടാൽ എനിക്ക് ബിഷപ്പ് എന്നാണ് ചെവി കേൾക്കുന്നത് പെട്ടെന്ന്. അതാ ചോദിച്ചത്. ബിഷപ്പുണ്ട്. ബിഷപ്പിന്റെ കാര്യത്തിൽ വീട്ടിൽ പോയിട്ട് നോക്കിയിട്ട് ബിഷപ്പുണ്ട്. ആണോ എങ്ങനെ കേൾക്കുന്നത്? ബിഷപ്പത്ത് കേൾക്കുമ്പോ വിശപ്പെന്നോ എന്തോ സത്യത്തിൽ കേൾക്കുന്നത് കാതടഞ്ഞിരിക്കുമായിരിക്കും. ഇപ്പൊ കുറെ ക്യാമറകളൊക്കെ വന്നല്ലോ. ഇങ്ങനെ ചുറ്റും വന്ന് നിൽക്കുമ്പോഴും ആൾക്കാർ കുറച്ചധികം നമ്മളുമായിട്ട് ഇതുവരെ പരിചയപ്പെടാത്ത കുറെ ആൾക്കാരൊക്കെ നമ്മളുമായിട്ട് പരിചയപ്പെട്ട് അവരുമായിട്ട് വലിയ ബന്ധങ്ങളൊക്കെ വരുമ്പോഴത്തേന് ചിലപ്പോൾ കാതടയും. വിശപ്പെന്ന് കേൾക്കുമ്പോൾ വിശപ്പാമ്പെന്നൊക്കെ തോന്നും, അല്ലെങ്കിൽ വിശപ്പായിട്ട് തോന്നാം, എങ്ങനെ വേണമെങ്കിലും തോന്നാം. അത് എല്ലാം ഈ വിശപ്പിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഓടി നടക്കുന്നത് കൊണ്ടുള്ള കുഴപ്പമാണ്. ആ വിശപ്പെല്ലാം മാറി അവസാനം കണ്ണ് മലിഞ്ഞ് ആ വിഷയം ഉണ്ടാക്കരുത്. എന്നിട്ട് ഈ കിടന്ന് ക്ലാരിഫൈ അടിക്കുന്നു നോക്കിയ പല കാര്യങ്ങളുടെ ഇതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് വീണ്ടും ഇതുപോലുള്ള വീഡിയോസ് എടുത്ത് ചെയ്യാൻ തോന്നുന്നത്. വ്യക്തി അവളുടെ ചുറ്റിനും എന്ത് പറയുന്നത് വെട്ടം കാണുന്നതിന് ചുറ്റും പാറ്റകൾ ഇങ്ങനെ വട്ടം കറങ്ങുന്ന കണക്ക് ഇവിടെ പോകുന്ന എവിടെ ഉണ്ട് അവിടെ ഒരു 10-50 ചാനലുകാരുണ്ട്. അവരുടെ കുത്തിയുള്ള ചോദ്യങ്ങൾക്ക് ഇവൾ ഓരോ മറുപടി പറയുന്നത് അവളെ വായിന്ന് വീഴുന്ന പൊട്ടത്തരമാണ്. ഈ ബ്ലോഗർമാരെടുത്തിട്ട് അലക്കി അച്ഛൻ അങ്ങനെ പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, മറിച്ച് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം വളർത്തിയെടുക്കുന്നത്. അപ്പൊ ഞങ്ങളിങ്ങനെ ചോദിച്ചപ്പോൾ ആ ഒരു കേസ് കൊടുക്കാനാണ് അച്ഛന് എന്താണ് ഒരു കേസ് കൊടുത്തതെന്ന് വെച്ചു. അപ്പോൾ അച്ഛൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ,
ഈ അച്ഛൻ്റെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ഒരു പയ്യനുണ്ട്. ആ പയ്യൻ്റെ ഫോണിലേക്ക് രേണുവിൻ്റെ ചേച്ചി കോൾ ചെയ്തെന്ന് പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുമല്ലേ, അച്ഛനെ ഞങ്ങളത് പറയുന്നു, അച്ഛൻ ഇറങ്ങിപ്പോകാൻ പറഞ്ഞിട്ട് പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഈ സോഷ്യൽ മീഡിയ ബ്ലോഗർമാരിട്ട് അച്ഛനെ പിച്ച് ചീന്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ വൃത്തികെട്ട തമ്പനയിൽ ബ്ലോഗർമാരിട്ട് പിച്ച് ചീന്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു സൈഡിൽ കൂടെ പിച്ച് ചീന്തി ഇരുന്ന് ഇതിപ്പോ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ എത്തിയപ്പെടുത്തിന് ഇമ്മാര് ഡയലോഗ് അടിക്കരുത് ജീന. ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പം ക്യാമറ കൊണ്ട് നിൽക്കുന്നവർ ഓരോ ചോദ്യം ചോദിക്കുന്നു പറഞ്ഞാൽ ആ ഓരോ ചോദ്യം ചോദിക്കാൻ ഇടയുണ്ടായ സാഹചര്യം എന്തുവാ? അത് രേണുസുധിയുടെ പൊട്ടത്തരമാണോ? അയ്യോ, കണ്ണി കണ്ട തെമ്മാടത്തരം മൊത്തം കാണിച്ചിട്ട് അത് പൊട്ടത്തരമാണെന്ന് നാണോ ഇല്ല ഇങ്ങനെ അത് പറയാനായിട്ട്? അങ്ങോട്ട് എന്തെങ്കിലും ഇട്ട് കൊടുക്കാതെ ഇങ്ങോട്ട് ആരും ഒന്നും ചോദിക്കത്തില്ലല്ലോ. അങ്ങോട്ട് കാര്യങ്ങൾ പറയുമ്പോഴല്ലേ ഇങ്ങോട്ട് തിരിച്ച് മറുപടി പറയുന്നത്. അല്ലെങ്കിൽ അതിന് വ്യക്തമായ ധാരണയുള്ള ഒരു സ്ത്രീ ആണെങ്കിൽ എന്തോ ചെയ്യും? അതേപോലുള്ള ചോദ്യങ്ങൾ എന്നോട് ആരും ചോദിക്കണ്ട. മനസ്സിലായോ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ കാണിക്കുന്നുണ്ടല്ലേ, അതേപോലെ കടക്കുപുറത്ത് ഇതുപോലുള്ള അപരാധങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അത്രേ ഉള്ളൂ. അപ്പം അതൊരു പബ്ലിസിറ്റിക്ക് വേണ്ടി ഉപയോഗിച്ചു. ഇപ്പം നിങ്ങൾ ഉപയോഗിച്ച സാധനം നിങ്ങൾക്ക് ഒരു വിനയായിട്ട് തലയുടെ മുകളിൽ കയറി പാമ്പാണ് ചുറ്റിയിരിക്കുന്നത്. അതെങ്ങനെങ്കിലും ഒന്ന് തലയിൽ നിന്ന് ഇളക്കി മാറ്റി അങ്ങോട്ട് വെക്കണം. അതിന് വേണ്ടിയിട്ട് പല സൈഡിൽ നിന്നും മെഴുകിക്കൊണ്ടിരിക്കുന്നു. മെഴുകി അവസാനം മെഴുകുതിരി പോലെ അണയാതിരുന്നാൽ കൊള്ളാം. ഇതാണ് ഈ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു കേസുമായിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് നിൽക്കുന്ന അവസാന ക്ലാരിഫിക്കേഷൻ.